സുന്ദരമായിട്ടുള്ള ഒരു ലോകത്തെ സ്വപ്നം കാണുന്ന കവിതയായിരുന്നു നമ്മുടെ വൈലോപ്പിള്ളിയുടെ വിഷുക്കണി എന്ന് പറയുന്നത്. കുറേയേറെ പ്രയോഗ ഭംഗികൾ നിറഞ്ഞിട്ടുള്ള ഒരു കവിത കൂടിയാണ്. അതിലുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടം എന്ന പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ്? വിശകലനം ചെയ്യുക. അപ്പം ചെറുവട്ടത്തിൽ എന്ന പ്രയോഗത്തിലൂടെ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പരിമിതമായോ അല്ലെങ്കിൽ ചുരുങ്ങിയതോ ആയ ഒരു സ്ഥലത്തെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സമ്പന്നമായ വീടുകളിൽ മാത്രം ഒരുക്കുന്ന വിഷുക്കണിയെയും അതിലൂടെ ലഭിക്കുന്ന ഐശ്വര്യത്തെയുമാണ് ഇത് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. ഉദാരതയുടെ പര്യായവും വിയർപ്പിന്റെ നീരാഴിയിൽ പിറന്ന് ഐശ്വര്യം മഴ പോലെ വർഷിക്കുന്നവളുമായ ഐശ്വര്യ ദേവതയ്ക്ക് ഈ ചെറിയ വട്ടത്തിൽ ഒതുങ്ങാൻ കഴിയില്ലെന്ന് കവി പറയുന്നു. ഐശ്വര്യം എന്ന് പറയുന്നത് പണക്കാർക്ക് മാത്രമുള്ളതല്ല, അത് പാവപ്പെട്ടവൻ്റെതും കൂടിയാണ് എന്നാണ് ആ ഒരു വരിയിലൂടെ കവി വ്യക്തമാക്കുന്നത്. ഈ പ്രയോഗം എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? പരിമിതമായ ആഘോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. വിഷു ആഘോഷം ഏതാനും ചിലരുടെ വീടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെയോ സാമൂഹികമായിട്ടുള്ള അസമത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ സമ്പന്നർക്ക് മാത്രം എന്നുള്ള ആ ഒരു അസമത്വത്തെ കുറിച്ച് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? അനുചിതമായ ദേവതാ സങ്കല്പം, ഐശ്വര്യ ദേവതയെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്തുന്നത് അവളെ തരം താഴ്ത്തുന്നതിന് തുല്യമാണ് എന്ന് പറയാം. സാർവത്രികമായ ഐശ്വര്യത്തിനുള്ള ആഗ്രഹം, ഐശ്വര്യ ദേവത എല്ലാവർക്കും ഒരുപോലെ ഐശ്വര്യം നൽകി ഈ ചെറുവട്ടത്തിൽ നിന്ന് പുറത്തു വരണമെന്ന കവിയുടെ ആഗ്രഹം ചുരുക്കത്തിൽ ചെറുവട്ടം എന്ന് ചുരുങ്ങിയ ജീവിത സാഹചര്യങ്ങളെയും ആഘോഷങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഇത് വിശാലമായ സാമൂഹിക സമത്വമില്ലായ്മയാണ് കവിതയിൽ എടുത്തു കാണിക്കുന്നത്. അപ്പം ചെറുവട്ടം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അസമത്വങ്ങളെയാണ്.